ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി നോക്കാം. ഇതിനായിട്ട് ഒരു 1.5 കിലോ മാങ്ങ ചെറുതായി അരിഞ്ഞ് എടുക്കുക. ഇതൊരു ഇൻസ്റ്റൻറ്റ് അച്ചാറാണ്. തലേന്ന് മാങ്ങ അരിഞ്ഞ് ഉപ്പിട്ട് ചേർത്ത് വയ്ക്കുകയോ ഒന്നും വേണ്ട. അപ്പോൾ തന്നെ നമുക്ക് അരിഞ്ഞ് അച്ചാറിടാം. ഇതിനായി പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ ആവശ്യത്തിന് കടുക്, അതിലേക്ക് സ്വല്പം ഉലുവ ഇട്ട് നന്നായി മൂപ്പിക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഞാൻ എല്ലാത്തിനും വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതായിരിക്കും ടേസ്റ്റ്. മറ്റുള്ള എണ്ണകൾ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം. എങ്കിലും അച്ചാറിന് വെളിച്ചെണ്ണ നല്ലതാണ്. പിന്നെ അതിലേക്ക് 2-3 വറ്റൽമുളക് ഇട്ട് നന്നായി മൂപ്പിക്കുക. വറ്റൽമുളക് നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിനായി ഞാൻ 1.5 കിലോ മാങ്ങയ്ക്ക് ഒരു 7 സ്പൂൺ, ചെറിയ സ്പൂണിൽ ഒരു 7 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കി തീ കുറച്ചിട്ട് മൂപ്പിച്ചെടുക്കണം. പിന്നെ ആവശ്യമായ ഉപ്പും ചേർക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് കൈയളവാണ്. അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറു തീയിലിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു അച്ചാറാണിത്. ഇതിനകത്ത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല. മുളക് പൊടി, കായം, ഉപ്പ്, ഇത്ര മാത്രമാണ് മെയിൻ സാധനങ്ങൾ. അച്ചാറ് കുറച്ചുകൂടി ലൂസായിരിക്കണമെങ്കിൽ അതിലേക്ക് ഒരു ഗ്ലാസ് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 2 മിനിറ്റിന് ശേഷം നന്നായിട്ട് തിളച്ച് പറ്റി വന്ന കറിയിലേക്ക് നമുക്ക് മാങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മാങ്ങ വാട്ടി വയ്ക്കുകയോ നേരത്തെ ഉപ്പിട്ട് വയ്ക്കുകയോ ഒന്നും വേണ്ട. ഇതിനായിട്ട് മുൻകൂർ ഒരു പ്രിപ്പറേഷനും വേണ്ട. ഞാൻ അപ്പോൾ തന്നെ അരിഞ്ഞു ചേർക്കുന്ന മാങ്ങയാണ്. തീ കുറച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക.
ഇതാ നമ്മുടെ സ്പെഷ്യൽ മാങ്ങ അച്ചാർ റെഡി ആയിരിക്കുന്നു. ഇത് നമുക്ക് പിറ്റേ ദിവസം കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അച്ചാറിട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് വളരെ നന്നായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ അച്ചാർ ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.